നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബാപ്പ മഹാനാണ്. ബാപ്പയുടെ പൊരുത്തം നമുക്ക് ആവശ്യമാണ്, ബാപ്പയുടെ സന്തോഷം ആവശ്യമാണ്. ആ ബാപ്പ നമ്മെ സംബന്ധിച്ചിടത്തോളം മഹാനാണ്. മറ്റൊരാളെ ദൃഷ്ടിയിൽ അദ്ദേഹത്തിന് ബഹുമാനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മക്കളെ സംബന്ധിച്ചിടത്തോളം ബാപ്പ വലിയ മഹാനാണ്, ഉമ്മ വലിയ മഹതിയാണ്. അവരെ പൊരുത്തം ലഭിക്കൽ ആവശ്യമാണ്. ആ ബാപ്പ ഉമ്മ ചെയ്ത നല്ല കാര്യങ്ങൾ പറയുകയും അവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന, ആണ്ടനുസ്മരണം നടത്തുന്ന, മറ്റ് അനുസ്മരണങ്ങൾ നടത്തുന്ന മക്കളും അത് ബാപ്പ ഉമ്മയെ ബഹുമാനിക്കുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ്. അത് പാടില്ലെന്ന് പറയുന്ന പുത്തൻവാദികളാണല്ലോ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബിദിന പരിപാടികളെ വിമർശിക്കുന്നത്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കക്ഷികളെ സംബന്ധിച്ച് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇയ്യാകും വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ, അവരെ നിങ്ങൾ ശ്രദ്ധിക്കണേ. ലാ യുദല്ലൂനകും വലാ യഫ്തിനൂനകും, അവർ നിങ്ങളെ പിഴപ്പിക്കരുത്, നിങ്ങളെ ഈമാൻ നശിപ്പിക്കരുത്, അവരെ ശ്രദ്ധിക്കണേ എന്ന് നബി തങ്ങൾ പറഞ്ഞു. അതിന് മുമ്പ് അവിടുന്ന് പറഞ്ഞല്ലോ, യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന യതൂനകും മിനൽ ഹദീസി അലം തസ്മഉ അൻതും വലാ ആബാഉകും, നിങ്ങളും നിങ്ങളെ പിതാമഹന്മാരും കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടുവരുന്ന, കളവ് ധാരാളം പറയുന്ന, കബളിപ്പിക്കുന്ന ഒരു വിഭാഗം വരും. അവരെ കുറിച്ചാ പറഞ്ഞത്, അവര് നിങ്ങളെ പിഴപ്പിക്കല്ലേ. ഞാൻ ഇന്നാണെന്ന് തോന്നുന്നു നിന്നെ എന്നോട് എന്റെ കൂടെയുള്ള ആള് പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ച് ഒരു പുത്തൻവാദി മൗലവി ഒരു കിളിപ്പറക്കിയിട്ടുണ്ട്, എന്നിട്ടോ അതിനാള് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് പേരോട് സഖാഫി നബിദിനത്തിനെതിരെ ആഞ്ഞടിക്കുന്നു. എങ്ങനെയുണ്ട്? പേരോട് സഖാഫി നബിദിനത്തിനെതിരെ ആഞ്ഞടിക്കുന്നു. നാവെടുത്തോ കള്ളം മാത്രം പറയുന്ന ടീം, എഴുതുമ്പോ കള്ളം മാത്രം പറയുന്ന ടീം, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മുഴുവനും അങ്ങനെയാണ്. അത് മുജാഹിദായാലും ജമാഅത്ത് ഇസ്ലാമിയായാലും അതുപോലെ തബ്ലീഗായിരുന്നാലും അതുപോലെ തുടങ്ങിയിട്ട് ഏത് കക്ഷിയാണെങ്കിലും ഏറ്റവും വലിയ ബിദ്അത്തുകാരാണ്, പുത്തൻവാദികളാണ്, വ്യാജ തരീഖത്തുകാര്. അവരെക്കാളും വലിയൊരു പുത്തൻവാദി വേറില്ല. അധികവും അത് കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാദങ്ങൾ. ഔലിയാക്കൾക്ക് നിസ്കരിക്കണമെന്നില്ല, നോമ്പെടുക്കണമെന്നില്ല, ഔലിയാക്കളെ ശരീഅത്ത് വേറൊന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹിന്റെ ദീന് നശിപ്പിക്കുന്ന ഇസ്ലാമിന്റെ കഠിന വിരോധികൾ. അങ്ങനെയുള്ള എല്ലാ കക്ഷികളെയും സ്വഭാവമാണ് കളവ് പ്രചരിപ്പിക്കുക എന്നത്. അതിന്റെ ഒരു സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഇന്ന് എന്നോട് ഒരു മുജാഹിദ് മൗലവി നിങ്ങളെ പറ്റി ഇങ്ങനെ ഒരു, എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, ആളുകൾ കേട്ടും കൂടി നോക്കൂല, ഹെഡിങ്ങേ നോക്കുള്ളൂ, അങ്ങനെയാ മനുഷ്യന്മാരെ ഹാല്. ഓ സഹോദരന്മാരെ, ഞാൻ പറയട്ടെ, ഒരു മുസ്ലിമും ഹബീബ് നബി തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതിന് സംസാരിക്കൂല. അത് നബി തങ്ങൾ ജനിച്ചപ്പോൾ തന്നെ കരഞ്ഞ ഇബ്ലീസിന്റെ അനുയായികളുടെ സ്വഭാവമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കുപ്രചരണങ്ങളിലൊന്നും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പണ്ഡിതന്മാർക്ക് അമാനത്തുണ്ട്. അതേ, ലാ തഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ, നിങ്ങൾ പണ്ഡിതന്മാരായിരിക്കെ, നിങ്ങൾ വിവരമുള്ളവരായിരിക്കെ നിങ്ങളെ ഉത്തരവാദിത്വം നിർവഹിക്കണം, അമാനത്ത് വീട്ടണം. അത് ഖുർആൻ പഠിപ്പിച്ച ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നബിദിനത്തിന്റെ പേരിൽ ആണും പെണ്ണും വിടകലർന്ന് റാലി നടത്തിയാൽ, അതുപോലെ മറ്റുള്ളവരെ ശല്യം ചെയ്താൽ, അതുപോലെ പാടില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ അതിനെതിരെ പണ്ഡിതന്മാര് സംസാരിക്കണം. എന്നിട്ട് ജനങ്ങളെ കൃത്യമായ വഴിയിലൂടെ നടത്തണം. ഇതുപോലെ ഏത് വിഷയത്തിലും അബദ്ധങ്ങൾ വരുമ്പോ ആ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത പണ്ഡിതന്മാർക്കുണ്ട്. അതവര് നിർവഹിക്കണം. എന്തുകൊണ്ടെന്നാൽ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുമ്പോൾ മാത്രമേ നമ്മളൊരു മുസ്ലിം ആവുകയുള്ളൂ. നബി നിങ്ങൾ ഹറാം സൂക്ഷിച്ച് ജീവിക്കണം, ഹറാമുകൾ സൂക്ഷിക്കണം. സുബ്ഹാനല്ലാഹ്, ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, ഫസാദ് പറയരുത്,
ജനങ്ങളെ പരസ്പരം തെറ്റിക്കാനുള്ള സംസാരം നടത്തരുത്. അനുയായികളെയും നേതാക്കളെയും തെറ്റിക്കാനുള്ള സംസാരം നടത്തുന്ന നമീമത്തുകാർ, ഭാര്യയെയും ഭർത്താവിനെയും തെറ്റിക്കുന്ന നമീമത്തുകാർ, അയൽവാസികളെ തമ്മിൽ തെറ്റിക്കുന്ന നമീമത്തുകാർ, ആ നമീമത്ത് പറയുന്നവരിൽ ഏറ്റവും മുൻപന്തിയിലുള്ളവരാണ് പുത്തൻവാദികൾ. അവർക്ക് ആവശ്യം എന്താണ്? ജനങ്ങൾ വിശ്വസിക്കുന്ന പണ്ഡിതന്മാർ അവർ പറയാത്തത് പറഞ്ഞു എന്ന് വരുത്തി തീർത്ത് അനുയായികളെ അകറ്റിക്കളയാനുള്ള ശ്രമം അവർക്ക്. അങ്ങനെ ഏഷണി പറയുന്നവർ സ്വർഗത്ത് കടക്കൂല. ഏറ്റവും നരകത്തിന് അർഹതപ്പെട്ടവരാണ് നമീമത്ത് പറയുന്നവർ. അതുപോലെ സുഹൃത്തുക്കളെ, ഹറാമായ ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. നിസ്കരിക്കാതിരിക്കുന്നത് ഹറാമാണ്, നിസ്കരിക്കൽ നിർബന്ധമാണ്, നോമ്പെടുക്കൽ നിർബന്ധമാണ്, റമദാനിൽ അത് കൈയൊഴിക്കൽ ഹറാമാണ്. ആകയാൽ ഫർദ് മുഴുവനും എടുത്തോളണം, ഹറാം മുഴുവനും കൈയൊഴിച്ചോളണം. എന്നാൽ ജനങ്ങളിൽ ഏറ്റവും നല്ല ഇബാദത്തുകാരനാകും.